അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 34-ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നതഖയ്യലു വനുഇദ്ദുൽ ഹിക്കായ. നതഖയ്യലു നമുക്ക് ഇമാജിൻ ചെയ്യാം, സങ്കല്പിക്കാം. വനുഇദ്ദുൽ ഹിക്കായ എന്നിട്ട് ഒരു കഥാഭാഗം നമുക്ക് ഉണ്ടാക്കാം. ഇജ്തമഅൽ അസ്ദിഖാഉ, ഇജ്തമഅ ഒരുമിച്ച് കൂടി, അൽ അസ്ദിഖാ കൂട്ടുകാർ, ഹൗല ഫവാസ് ഫവാസിന്റെ ചുറ്റും കൂടി. ഫഅഅതാഹുമുൽ ഹൽവയാത്ത്, ഫഅഅതാഹും അവൻ അവർക്ക് നൽകി, അൽ ഹൽവയാത്ത് മിഠായികൾ, മധുരങ്ങൾ നൽകി. നമ്മുടെ ഫവാസിന്റെ ഉപ്പ കഴിഞ്ഞ ദിവസം ഖത്തറിന്ന് വന്നതാണ്. ഉപ്പാനെ കൂട്ടാൻ വേണ്ടി നമ്മുടെ ഫവാസ് എയർപോർട്ടിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് അവൻ സ്കൂളിൽ ലീവായിരുന്നു. പിറ്റേ ദിവസം വന്നപ്പോൾ അവന് ഉപ്പ കൊണ്ടുവന്ന മിഠായികൾ കൂട്ടുകാർക്കിടയിലൊക്കെ വിതരണം ചെയ്യാണ്. വസഅലു, അപ്പോൾ അവർ ചോദിച്ചു, കൂട്ടുകാരവനോട് ചോദിക്കുകയാണ്, കൈഫ കാനത്ത് റിഹ്ലതുക യാ ഫവാസ്, കൈഫ എങ്ങനെയായിരുന്നു, കാനത്ത് ആയിരുന്നു, റിഹ്ലതുക റിഹ്ലത്ത് യാത്ര, ക നിന്റെ, യാ ഫവാസ് ഫവാസെ നിന്റെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു. ഹക്ക ഫവാസ് റിഹ്ലതുഹു, അപ്പോൾ ഫവാസ് എന്തെയാണ്, ഹക്ക കഥയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, കഥ പറഞ്ഞു കൊടുക്കുകയാണ്. റിഹ്ലതുഹു അവൻ്റെ യാത്രയുടെ. അപ്പോൾ അടുത്ത പേജിൽ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ്. ഫവാസ് എയർപോർട്ടിലേക്ക് പോയി. ഖറജ ഫവാസ് മഅ ഉസ്റതിഹി ഇലൽ മത്വാർ, ഫവാസ് കുടുംബത്തിൻ്റെ കൂടെ എയർപോർട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഖറജ ഫവാസ് ആണ്, ഇവിടെ ഫവാസ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഫവാസ് വീണ്ടും അവനെ ഫവാസ് പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല. പകരം എന്ത് പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഖറജ ഫവാസ് എന്നതിന് പകരം ഖറജ് തു, മാളിയായ ഫിഅലിൻ്റെ കൂടെ തു എന്ന അവസാനത്തിൽ ചേർത്താൽ ഞാൻ ചെയ്തു എന്ന അർത്ഥം വന്നു. ഖറജ പുറപ്പെട്ടു പ്ലസ് തു ഞാൻ പുറപ്പെട്ടു, ഖറജ്തു. മഅ ഉസ്റതി എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എവിടത്തേക്കാണ് പുറപ്പെട്ടത്, ഇലൽ മത്വാർ മത്വാറിലേക്ക് പുറപ്പെട്ടു, എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. എങ്ങനെയാണ് അവർ പോയത്, കാറിലായിരുന്നു അല്ലേ. നമ്മുടെ പാഠഭാഗത്ത് കാറിലാണ് അവർ യാത്ര പോയത്. റക്കിബ കയറി, ഞങ്ങൾ. അപ്പം നേരത്തെ നമ്മൾ തൂ ആണ് ഞാൻ എന്നുള്ളതിന് ഉപയോഗിച്ചത്, ഞങ്ങൾ എന്നുള്ളതിന് നാ എന്നാണ് ഉപയോഗിക്കേണ്ടത്. റക്കിബ്ന ഞങ്ങൾ കയറി, എവിടെയാ കയറിയത്, ഫിസ്സയ്യാറ കാറിൽ. റക്കിബ്ന ഞങ്ങൾ കയറി, ഫിസ്സയ്യാറ ഞങ്ങൾ കാറിൽ കയറി. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തി എന്നാണ് വേണ്ടത്. വസ്വലയാണ് എത്തി എന്ന വാക്ക്. വസലയുടെ കൂടെ ഞങ്ങൾ എത്തി എന്ന് ചേർക്കാൻ വസലയുടെ അവസാനത്തിൽ നാ എന്ന് ചേർത്താൽ മതി. നമുക്കിവിടെ കാണാം വസ്വൽനാ ഞങ്ങൾ എത്തി. എവിടെ എത്തിയത്, ഇലൽ മത്വാർ എയർപോർട്ടിലെ. വസ്വൽനാ ഇലൽ മത്വാർ എപ്പോഴാണ് എത്തിയത്, ബഅദ ശേഷം, നിസ്ഫുസ്സാ അരമണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ എയർപോർട്ടിലെത്തിയത്. അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെയാണ് വരേണ്ടത്, വസ്വൽനാ ഇലൽ മത്താർ ബഅദ നിസ്ഫു സാ, അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇനി എയർപോർട്ടിലെത്തിയപ്പോൾ പ്രധാനമായിട്ടും അവന് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്തായിരുന്നു, അവന് അവിടെ വെച്ചിട്ട് പ്ലെയിന് ലാൻഡ് ചെയ്യുന്നത് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ആ കാര്യം അവനിവിടെ കൂട്ടുകാരോട് പറയാണ്. ഷാഹദത്തു ഞാൻ കണ്ടു, ഷാഹദ കണ്ടു എന്നാണ്, തു ഞാൻ കണ്ടു. അവിടെ ഭാഗത്ത് പ്ലെയിന് ഇറങ്ങുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എന്താ കണ്ടത്, ഹുബൂത ത്വാഇറ അൽ മദ്റജ മുബാശറത്തൻ, ഹുബൂത ത്വാഇറ പ്ലെയിനിൻ്റെ ലാൻഡിങ്, അൽ മദ്റജ് റൺവേയിൽ,
മുബാശറത്തൻ ലൈവായിട്ട് ആ കാര്യം അവൻ കൂട്ടുകാരോട് പറയാണ്. ഷാഹദത്തു ഹുബൂത്തത്വാഇറ അൽ മദ്റജ മുബാശറത്തൻ. ഞാൻ പ്ലെയിന് ലൈവായിട്ട് ലാൻഡ് ചെയ്യുന്നത് കണ്ടു എന്ന് അവൻ പറയാം. ഇനി നമുക്ക് 2 വാക്കുകളെ ബാക്കിയുള്ളൂ. അരിഹിലത്ത് യാത്ര, മുരീഹത്ത് നല്ല യാത്രയായിരുന്നു. മുരീഹത്ത് നല്ല സന്തോഷകരമായ യാത്രയായിരുന്നു. അപ്പൊ ആ വാക്ക് കൂടി നമുക്ക് ചേർക്കാം. അരിഹിലത്തു മുരീഹത്തുൻ. യാത്ര വളരെ സന്തോഷകരമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫവാസ് കൂട്ടുകാരോട് പറയുന്നത്. തൊട്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾ. ഈ പാഠം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ചില ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, ഇലാ ഐന സഹബ ഫവാസ്. ഇലാ ഐന എവിടെയായിരുന്നു സഹബ ഫവാസ് ഫവാസ് പോയത്? നമുക്കറിയാം അല്ലേ, മത്വാറിലേക്കാണ് പോയത്. അപ്പൊ നമുക്ക് ഉത്തരം അവിടെ കൊടുക്കാം. സഹബ ഫവാസ് ഇലൽ മത്വാർ. സഹബ ഫവാസ് ഇലൽ മത്വാർ. രണ്ടാമത് ചോദിക്കാണ്, മാഹിയ വലീഫത്തു വാലിദി ഫവാസ്. ഫവാസിന്റെ ഉപ്പാന്റെ ജോലി എന്തായിരുന്നു? ഫവാസിന്റെ ടീച്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ കമ്പനിയിൽ നിന്റെ ഉപ്പാക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഫവാസ് അതിന് കൊടുത്ത ഉത്തരം മുഹാസിബ് എന്നായിരുന്നു. അപ്പൊ അതേ ഉത്തരം തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. വലീഫത്തു വാലിദി ഫവാസ് മുഹാസിബുൻ. മൂന്നാമത്തെ ചോദ്യം, മാസ ഖദ്ദമ ഫവാസ് ഇലൽ മുറബിസഫ്. മാസ ഖദ്ദമ എന്താണ് കൊണ്ടുവന്നത് ഫവാസ് ഇലൽ മുറബിസഫ്. മുറബിയത്തി സഫിന് വേണ്ടി എന്തായിരുന്നു അവൻ കൊണ്ടുവന്നത്? ആ പാഠത്തിൽ പറയുന്നുണ്ടല്ലേ, സയ്യിദത്തി ഹാസിഹി ഹദിയത്തുല്ലക്കി. ടീച്ചറെ, നിങ്ങൾക്കിതാ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്കാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഖദ്ദമ ഫവാസ് ഇലൽ മുറബിയത്തി സഫി ഹദിയത്തുൻ. 4 ചോദിക്കാണ്, ഐന യഅമലു വാലിദു ഫവാസ്. ഐന യഅമലു എവിടെയാണ് ജോലി ചെയ്യുന്നത് വാലിദു ഫവാസ്. ഫവാസിന്റെ ഉപ്പ എവിടെയായിരുന്നു ജോലി ചെയ്യുന്നത്? ഖത്തറിന്നാണ് വന്നത്. അവന്റെ ടീച്ചർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഖത്തറിലെ പെട്രോൾ കമ്പനിയിൽ എന്ത് ജോലിയായിരുന്നു എന്നാ ചോദിച്ചത്. അപ്പൊ അവര് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഖത്തറിലെ പെട്രോൾ കമ്പനിയിലാണ്. അപ്പൊ നമുക്ക് ഉത്തരം എഴുതാം, യഅമലു വാലിദു ഫവാസ് ഫി ശരിക്കത്തി ഖത്തർ ലിൽ പെട്രോൾ. അവസാനമായിട്ട് ചോദിക്കാണ്, ലിമ ലം തഹ്ലുർ അൽ മദ്രസ അംസി മനിൽ ഖാഇൽ. ഈ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ടല്ലോ, ലിമ ലം തഹ്ലുർ അൽ മദ്രസ അംസി. ലിമ എന്തുകൊണ്ടാണ് ലം തഹ്ലുർ ഹാജരാകാതിരുന്നത് അൽ മദ്രസത്ത സ്കൂളിൽ അംസി നീ എന്താ ഇന്നലെ സ്കൂളിൽ വരാതിരുന്നത് എന്ന് അവനോട് ആരാ ചോദിച്ചത്? മനിൽ ഖാഇൽ, ആരാണ് ഈ വാക്ക് പറഞ്ഞത്? നമ്മുടെ ആ പാഠഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുറബിയത്തി സഫാണ് ഫവാസിനെ കണ്ട ഉടനെ ഇത് ചോദിച്ചത്, നീ എന്താ ഇന്നലെ വരാഞ്ഞത് എന്ന് ചോദിച്ചത്. അപ്പൊ ആരാണത് പറഞ്ഞത്? ക്ലാസ് ടീച്ചറാണ്. ക്ലാസ് ടീച്ചർക്ക് അറബിയിൽ പറയുന്നത് മുറബിയത്തു സഫ്.